നിന്റെ കിക്ക് അരമണിക്കൂർ കഴിയുമ്പോൾ തീരും. ഞാനൊന്ന് ബാത്റൂം പോയിട്ട് വരാവേ. ഓക്കെ. അല്ല, നീ എന്താ ഫിനിഷ് ചെയ്യാതെ? കഴിക്കും. എടാ മുത്തേ, നമുക്ക് ഇപ്പൊ തന്നെ ഡൽഹിക്ക് പോയാലോ? എന്തിന്? ബലരാമനെയും ചന്ദ്രയും കാണാൻ. അച്ഛനും അമ്മയും കാണാൻ കൊതിയായിട്ടാ? അല്ലടാ, നമ്മുടെ കാര്യം സംസാരിക്കണ്ടേ? അതിനിയും വെച്ച് താമസിപ്പിക്കാനൊന്നും പറ്റില്ല. നീ ടിക്കറ്റ് ബുക്ക് ചെയ്. അവരിങ്ങോട്ട് വരുമ്പോ സംസാരിച്ച പോരെ? പോരാ, എനിക്ക് ഇന്ന് തന്നെ സംസാരിക്കണം. ശരി, നീ ഇതാദ്യം ഫിനിഷ് ചെയ്യ്, എന്നിട്ട് സംസാരിച്ചാ മതി. അതെന്താ? എനിക്കൊന്നും കേക്കണ്ടേ. മിടുക്കി. ഇനി ഈ കാര്യം ഒരു ദിവസം പോലും നീട്ടി വെക്കാൻ പറ്റില്ല. ഓക്കെ, നിന്റെ പ്ലാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് നമ്മൾ പോകും. താങ്ക് യുടാ. പോയെല്ലാം തുറന്നു പറയാ. എന്നാലും ആ പന്ന മോൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കേട്ടില്ലേ? അച്ഛാ, ഇന്ന് തന്നെ അവനൊരു പണി കൊടുക്കണം. ഈ കൊള്ളി എന്ന് പറയുന്ന ഒരു ചെറിയ പത്രത്തിൽ നിന്ന് തുടങ്ങിയ ഞാൻ എന്നെ അവൻ. അച്ഛാ, പണി കൊടുക്കാം, ഇന്ന് തന്നെ പണി കൊടുക്കാം. ആ ഗസ്റ്റ് ഹൗസിലെ അടിമയില്ലേ, ആ കറുപ്പൻ, അവനൊരു ചെറുതെടുത്തു കൊടുക്കാം. ഈ മുതലാളിമാരെ കുറിച്ച് കള്ളുകുടിച്ച് പള്ളു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നീ കാര്യം പറടാ. ഒരു കുഞ്ഞു വീഡിയോ എടുത്തിട്ടേ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇടാന്നേ. എങ്ങനെ? അത് കൊള്ളാവല്ലോടാ. നീ ഇങ്ങോട്ട് വന്നേ, ഇനിയല്ലേ കളി. പ്രകാശ്, ഐ ലവ് യു. എനിക്ക് നീന്ന് വെച്ചാ പ്രാന്ത. ഓക്കെ, നീ കുറച്ചു നേരം കിടന്നു.
മീര വാ എഴുന്നേക്ക് വാ ആ പതുക്കെ സൂക്ഷിച്ച് ആ വാ 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 ആ ഈ പതുക്കെ സൂക്ഷിച്ച് ഇവിടെ ഇരിക്ക്. കിടന്നു പ്രകാശ് മീര മീര മോളെ ചേട്ടായി ഒന്ന് ഫ്രഷ് ആയിട്ട് ദേ വരുന്നു മീരയുടെ വണ്ടിയാണല്ലോ അവൾ ഇവിടെ ഉണ്ടോ കറുപ്പ കറുപ്പ കറുപ്പസ്വാമി ഏയ്
കറുപ്പയ്യ, ബ്രോ കറുപ്പയ്യ, ബ്രോ എണീക്കണോ? ബ്രോ എഴുന്നേക്കണോ? ബ്രോ കറുപ്പയ്യ, ബ്രോ ദാ. നീ എവിടാടാ? ഒന്ന് വാടാ. അടുത്തേക്ക് വാ. മീര, മീര, വാ പോവാം. ഏയ്, നമുക്ക് ഇപ്പൊ തന്നെ ഡൽഹിക്ക് പോവാം. നീ വണ്ടി എടുക്ക്. ഏയ്, നമുക്ക് ഇന്ന് തന്നെ കാര്യം പറയണം. ഏയ്, മീര, ഇനി ഇത് വെച്ച് താമസിപ്പിക്കാനൊന്നും പറ്റില്ല. ബലരാമനും ചന്ദ്രയും കാണണം. ബലരാമനെയും ചന്ദ്രയും കാണണം. മീര, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? നിന്നെ നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. നീ ഇനി ഒന്നും പറയണ്ട. എനിക്കിനി നീ ഇല്ലാതെ പറ്റൂലടാ. വാ പോവാം, ഏയ്, മീര, ഡൽഹിക്ക് പോവാം. നീ എന്നെ കൊണ്ടുപോ വേഗം. വേഗം നീ എന്നെ കൊണ്ടുപോ. എന്താടാ
മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. എന്നാ നീ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങ്. ഇവിടെ എത്തിയിട്ട് നിന്റെ അമ്മായിയച്ഛന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. എന്ത് കാര്യം? എടാ, അയാൾക്ക് അല്പം തലയ്ക്ക് വെളിവില്ലാത്ത അവസ്ഥയാ. അല്ല, അതെന്താ പെട്ടെന്ന് അങ്ങനെ സംഭവിക്കാൻ? തലയ്ക്ക് അടിവെല്ലാം കിട്ടിയോ? അതൊക്കെ ഞാൻ നേരി കാണുമ്പോ പറയാം. അമ്മ അന്ത്യശാസനം തന്നിരിക്കുക വീട്ടിൽ നിന്ന് മാറ്റണമെന്ന്. എങ്ങോട്ട് മാറ്റാനാ? എടാ, നിന്നോട് അതിനെ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഇതൊരു വലിയ തലവേദന കേസാ. എടാ, അതിലും വലിയ തലവേദന കേസുമായിട്ടാ ഞാനിവിടെ നിൽക്കുന്നേ. എടാ, മീറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞില്ലേ? പിന്നെന്താ? ഒരുത്തി ഇവിടെ വെള്ളം ഒഴിച്ച് ബോധമില്ലാതെ കിടക്കുക. ഗസ്റ്റ് ഹൗസ് വന്നപ്പോഴേ ഞാൻ കണ്ടേ. ആരാടാ? മീര. അവക്ക് ഇത് തന്നെയാണോ പണി? ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? ഞാൻ ആരെയും കണ്ടില്ല. ബീറൂപ്പിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇവളൊറ്റയ്ക്കിരുന്ന് അടിച്ചാണോ? ഇവളെങ്ങനെ അവിടെ വന്നു? നീ കൊണ്ടുപോയെന്നല്ലോ. ഇല്ലടാ, ഞാനെന്തിനാ ഇവളും ചുമന്നുകൊണ്ട് ഇങ്ങോട്ട് വരുന്നേ? ചോദിച്ചപ്പോ തിരക്കാണ്, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞത്. തിരക്ക് കഴിഞ്ഞപ്പോ അങ്ങോട്ട് വന്നായിരിക്കും. ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന് ബലരാമൻ ഞങ്ങൾ മീരയോട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടാണ് വെള്ളം അടിച്ച് ബോധമില്ലാതെ ഇവിടെ കിടക്കുന്നത്. എടാ, അവിടെ വരെ ഡ്രൈവിംഗ് ചെയ്ത് ക്ഷീണം തീർക്കാൻ അല്പം കഴിച്ചതാവാം. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യുന്ന കൂട്ടത്തില്. ഞാനിനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നേ. ഇവിടെ വാച്ചറാണെങ്കിൽ വെള്ളം അടിച്ചൊരു മൂലയിൽ കിടക്കുക. ഈ അവസ്ഥയിൽ ഇവിടെ ഇവിടെ ഇട്ടിട്ട് പോകുന്നത് ശരിയല്ല. അല്ലെങ്കിൽ ബോധം തെളിയുന്നവരെ ഞാനിവിടെ കാത്തിരിക്കണം. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ഇവിടെ കൊലപാതകം നടക്കും. എടാ, എങ്ങനെ ഞാൻ അങ്ങോട്ട് വരുമെന്നാ? നീ മീരയും കൊണ്ട് ഇങ്ങോട്ട് പോര്. എടാ, അവളുടെ കാർ ഇവിടെ കിടക്കുക. അതവിടെ കിടക്കട്ടെ, പിന്നെ എടുക്കാം. വെള്ളം അടിച്ച് അവൾ അവിടെ കിടക്കുന്നത് മാനേജരും മറ്റു സ്റ്റാഫൊന്നും കാണണ്ട. അങ്കിളിനത് മോശം. ബോധമില്ലാത്ത ഇവിടെ ഇങ്ങോട്ട് കാറി വരുന്ന റിസ്കാ. വഴിയിൽ ചെക്കിംഗ് ഉണ്ടെങ്കിൽ പണിയാവും. നീ അവളെ എടുത്ത് ഫ്രണ്ട് സീറ്റ് ഇരുത്തി സീറ്റ് ബെൽറ്റ് ഇട്. അവൾ അവിടെ ഇരുന്നോളൂ. നീ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ഞാനൊന്ന് നോക്കട്ടെ. കൊള്ളാം. ഇപ്പൊ ആള് പഴയതുപോലെ ആയിട്ടുണ്ട്. ക്ഷീണമൊക്കെ തീർത്ത് മാറിയതുപോലെ. പക്ഷെ ഇങ്ങനെ പോയാൽ പറ്റുമോ? വേഗം സംസാരിച്ചു തുടങ്ങണം. എങ്കിലേ ഞങ്ങളുടെ കാര്യം ആന്റിയോട് പറഞ്ഞ് ശരിയാക്കാൻ പറ്റൂ. അച്ഛൻ സംസാരിച്ചു തുടങ്ങാൻ കാത്തിരിക്കാൻ ഞങ്ങള്. ആന്റി ഇതറിയുമ്പോ എന്തായാലും ഒരു ബഹളം ഉണ്ടാക്കും. അത് ഫേസ് ചെയ്തല്ലേ പറ്റൂ. വേറെ ആന്റിയോട് പറഞ്ഞാലും ഇത് നേരെയാവാൻ പോകുന്നില്ല. അച്ഛൻ പറഞ്ഞാലേ ശരിയാവും. അച്ഛൻ ആന്റിയോട് ഇത് പറഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊരു ജീവിതം തുടങ്ങാൻ. നിങ്ങളുടെ കാര്യം ഇനി ആരും പ്രഭയോട് പറയണ്ട. എല്ലാം ഞാൻ വ്യക്തമായി പറഞ്ഞതാ. എന്റെ ഈ അവസ്ഥ പ്രഭ മുതലെടുക്കുക. ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ച് സ്വന്തം ഇഷ്ടം പോലെ കാര്യങ്ങൾ നീക്കാനുള്ള പരിപാടിയാണ്. ഇതൊന്നും എനിക്ക് പറയാൻ പറ്റണ്ടല്ലോ ഈശ്വര. നന്ദു പല പ്രാവശ്യം ഇത് പറയാൻ ഒരുങ്ങിയതാ. ഒരു കണക്കിന് പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുക. അരുത്, അത് വലിയ വിഡ്ഢിത്തമായി പോയി. ഒരു കാരണവശാലും നിങ്ങളെ ഒരുമിക്കാൻ പ്രഭ അനുവദിക്കില്ല. ഒരു നിവൃത്തിയില്ലെങ്കിൽ നന്ദു പറഞ്ഞു പോവും. അങ്ങനെ പറഞ്ഞ ചിലപ്പോൾ നിന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ എഴുന്നേൽക്കണം. എങ്കിലേ നിങ്ങളുടെ കാര്യം ശരിയാവും. ദേവിക, അച്ഛന് ഓറഞ്ച് ഭയങ്കര ഇഷ്ടോ. ഡോക്ടറോട് ചോദിച്ചപ്പോ കൊടുത്തോളാൻ പറഞ്ഞു. നീ ഇത് അച്ഛനോടുക്ക്. അച്ഛാ, ഓറഞ്ച് എടുക്കട്ടെ. രജനി ചേച്ചി, ഇത് കണ്ടോ? എന്താ? സാറ് തലയാട്ടി. ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാ ഇങ്ങനെ. ഇതുവരെ ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടില്ല. നേരാണോ? അച്ഛ, ഇവള് ചോദിച്ചപ്പോ അച്ഛൻ തലയാട്ടിയോ?
ഈശ്വര, നീ കണ്ടോ? ഇത് നല്ലൊരു ചേഞ്ച് ആണല്ലോ. ദേവിക, നീ ഇത് വേഗം അച്ഛനെടുത്ത് കൊടുക്ക. ഞാൻ ഈ കാര്യം നന്ദുവിനെ വിളിച്ചു പറയട്ടെ. അവന് വലിയ സന്തോഷാവും. മീര, മീര, നമുക്ക് പോവാം. ആ, നമുക്ക് പോവാം. വാ. മീര, നമുക്ക് പോവാം. ആ, മീര, എണീറ്റേ. പോ നമുക്ക്. എണീക്കാനാ പറഞ്ഞേ.